കെ ശശിക്കെതിരെ ആക്രമണം കടുപ്പിച്ച് പാലക്കാട്ട് CPM നേതാക്കൾ. കെ ശശിക്ക് CPM-ൽ കിട്ടിയത് അമിത ലാളനയെന്ന് സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസും കെ ശശിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവും പറഞ്ഞു. ശശിക്ക് പാർട്ടി ഓഫീസ് അനാശാസ്യ കേന്ദ്രമായിരുന്നു എന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ വിമർശിച്ചപ്പോൾ സ്ത്രീകൾക്ക് ഇനി പാർട്ടി ഓഫീസിൽ വരാമെന്നായിരുന്നു മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടിയുടെ വിമർശനം. ഒപ്പം ചേരാത്തവർക്കെതിരെ അപവാദ പ്രചരണമാണ് നടത്തുന്നതെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ചെന്താമരാക്ഷൻ കുറ്റപ്പെടുത്തി. ശശി വിഭാഗീയതയുടെ നേതാവായിരുന്നെന്ന് ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറി കെ ജയദേവനും പറഞ്ഞു. ഫേസ്ബുക്കിലാണ് ജില്ലാ നേതാക്കളുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം പാലക്കാട് ചേർന്ന വിമത കൺവെൻഷനിൽ പങ്കെടുത്തതിന് പിന്നാലെ CPM ശശിയെ പുറത്താക്കിയിരുന്നു. CPM പുറത്താക്കിയ പാലക്കാട്ടെ മുൻ MLA കെ ശശിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത ശേഷം തീരുമാനമെടുക്കും. തെളിവ് പുറത്തുവിടാൻ കെ ശശിയെ വെല്ലുവിളിച്ചു. പാർട്ടി നടപടി നേരിട്ടയാൾക്ക് മറുപടി നൽകേണ്ടതില്ലെന്നും പ്രതികരണം. എനിക്കെതിരെ ആരോപണം ജില്ലാ സെക്രട്ടറി ആയതിനാലാണ്. മറുപടി ശശിയുമായി വ്യക്തിപരമായ പ്രശ്നമെന്ന ചോദ്യത്തിനാണ്. ശശി തെറ്റുതിരുത്തി തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും സുരേഷ് ബാബു പറഞ്ഞു. വളരെ മോശപ്പെട്ട ആരോപണങ്ങളാണ് ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കെതിരായി ശശി ഉയർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ നിയമ നടപടിക്ക് പോവുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അത് പാർട്ടി നേതൃത്വവുമായിട്ട് ആലോചിച്ച്, പാലക്കാട് ജില്ലാ കേന്ദ്രവുമായിട്ട് ആലോചിച്ച് ഇന്ന് തന്നെ അതിനൊരു നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ചില സമയത്ത് ശാസനകളും ചിലവിടെ താക്കീത് കൊടുക്കും, പിന്നീട് ചിലപ്പോൾ സസ്പെൻഷനിലാക്കും. ഏറ്റവും അവസാനത്തെ നടപടിയാണ് പുറത്താക്കുക. CPM-നകത്ത് എടുക്കുന്ന നടപടികളെല്ലാം ഓരോ സഖാക്കളെയും തെറ്റുതിരുത്തി തിരിച്ചു കൊണ്ടുവരാൻ, കുറച്ചുകൂടി തിളക്കമാർന്ന വ്യക്തിജീവിതവും പൊതുജീവിതവും പൊതുസമൂഹത്തിൽ ഉയർത്തിപ്പിടിക്കാനാണ് ഈ തിരുത്തലുകൾക്കെല്ലാം ഓരോ ഘട്ടത്തിലും വിധേയമാകുന്നത്. അത് കുറ്റങ്ങളും കുറവുകളെല്ലാം എല്ലാവർക്കും ഉണ്ടാവും. കെ ശശിക്ക് CPM-ൽ കിട്ടിയത് അമിത ലാളനയെന്ന് സംസ്ഥാന സമിതി അംഗം NN കൃഷ്ണദാസ് പറഞ്ഞു. അമിത ലാളന കിട്ടിയതിനാലാകണം പാർട്ടിക്കെതിരെ തിരിഞ്ഞത്. ശശിക്ക് തെറ്റുതിരുത്തി CPM-ൽ തിരിച്ചെത്താമെന്നും കൃഷ്ണദാസ് പറഞ്ഞു. പക്ഷെ വിട്ടുപോയവരൊക്കെ പിന്നീട് പാർട്ടിയിൽ കൂടെ തിരിച്ചു വരുന്ന കാഴ്ചയാണ് പാർട്ടിയിൽ തോന്നുന്നത്. ആരൊക്കെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയോ അവരൊക്കെ അവസാന കാലത്ത് ഞങ്ങൾക്ക് പാർട്ടിയിൽ കൂടെ വരണം, ഞങ്ങൾക്ക് മരിക്കുമ്പോൾ ഒരു കൊടി ഞങ്ങളുടെ നെഞ്ചത്ത് കിടക്കണം, അത് ഞങ്ങളുടെ വ്യക്തമാണ് എന്ന് അവസാന നാളുകളിൽ ആഗ്രഹിക്കുകയും പാർട്ടി അതിനൊക്കെ വിധേയപ്പെട്ട് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം പാലക്കാട്ടെ CPM വിമതരെ തള്ളി ഒറ്റപ്പാലത്തെ വിമതർ. 2006-ൽ കെ ശശി ചെയ്ത് അറിയാമെന്ന് സ്വതന്ത്ര മുന്നണി. ഒറ്റപ്പാലത്തെ ശശി മത്സരിക്കുമെന്ന സൂചനയ്ക്കിടെയാണ് പ്രതികരണം. 2006-ൽ ഇദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പാർട്ടി, ഇദ്ദേഹം ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് കൈകാര്യം ചെയ്തു പോകുന്നത് എന്നതും ഞങ്ങൾ നന്നായി അനുഭവിച്ചറിഞ്ഞവരാണ്. അപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങളാണ് എന്ന് പറയുന്നത് കേട്ടപ്പോൾ നല്ല തമാശയായിട്ട് തോന്നി. അതേ ക്വാളിറ്റി ഉള്ളവരാണോ ആ കൺവെൻഷൻ പങ്കെടുത്തവരെന്ന് ഞങ്ങൾക്കറിയില്ല, നമുക്കെല്ലാവരും പരിചയമില്ല. ഈ കൺവെൻഷനിൽ ആദ്യം സംസാരിച്ച വ്യക്തി അദ്ദേഹമാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് കേട്ടപ്പോൾ ഏതാണ്ട് നമ്മുടെ AKGയുടെയും കൃഷ്ണപിള്ളയുടെയും സുന്ദരയ്യയുടെയൊക്കെ അടുത്ത അനുയായിയാണ് ഞാൻ, പാലക്കാട് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റുകാരൻ ഞാൻ തന്നെയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭയങ്കര തമാശയാണ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്നിടത്ത് പോകുന്നവരല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരും പൊതുപ്രവർത്തനം നടത്തുന്നവരും ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും കമ്മ്യൂണിസ്റ്റുകാരായി തുടരുന്നവരാണ്. ആ നിലയിൽ തന്നെ തുടരുകയും ചെയ്യും.